ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. കുഞ്ഞുമക്കൾക്ക് സുഖമാണോ? സുഖമെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. മക്കളെ, ഇതെന്താ? ഇതൊരു പോഡിയമാണ്. എന്ന് വെച്ചാൽ പ്രസംഗത്തിനുള്ള പീഠം എന്നൊക്കെ പറയും. നല്ല തടി കൊണ്ടുണ്ടാക്കിയതാണ്. ഭാരമുണ്ട്, നല്ല ഭാരമുണ്ട്. വിചാരിക്കുക, നമ്മുടെ വീട്ടിൽ ഇതുപോലെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു നല്ലൊരു മേശയുണ്ട്. ഓക്കെ, ഭാരമുള്ള മേശ. വീട്ടിലെ അങ്കിള് പറയുവാണ്, ഈ മേശ പൊക്കിയെടുത്ത് സ്റ്റഡി റൂം, നമ്മൾ പഠിക്കുന്ന സ്ഥലത്തിൽ നിന്ന് എടുത്ത് മുറ്റത്ത് കൊണ്ടുവിടണം, ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഇടണം. എന്ത് പറയും? അങ്കിളിനോടുള്ള സ്നേഹം കാരണം ശരി അങ്കിളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പതിയെ ഇങ്ങനെ ഏന്തി വളരെ ആയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടിടും. അപ്പോൾ തിരിച്ച് അങ്കിള് വൈകുന്നേരം വീട്ടിൽ വരുമ്പം പറയും, അയ്യോ തെറ്റിപ്പോയി, ഇവിടെയല്ല അടുക്കളയുടെ പുറം ഭാഗത്താണ് കൊണ്ടിടേണ്ടത്. അപ്പോൾ മോനൊന്ന് കൊണ്ടുപോയി ഇടുവോ എന്ന് പറയുമ്പോൾ എന്നെ ചെയ്യും? നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ശരി അങ്കിളെ എന്ന് പറയും, നമ്മളെടുത്തുകൊണ്ട് പോയി ഇടും. അടുത്ത ദിവസം അങ്കിള് പറയാണ്, ഈ ടേബിള് ഇവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലെ അങ്കിളിൻ്റെ വീട്ടിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞാലോ? ഇങ്ങനെ പല ആവർത്തി പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നത്? നമുക്ക് ഇഷ്ടക്കേട് തോന്നും. അങ്കിളിൻ്റെ തലവെട്ടം കാണുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടാകാൻ നോക്കും അല്ലേ? നമ്മൾ അങ്കിളിനെ കാണുന്നതിന് യൂ ടേൺ എടുത്ത് പോകും. കാരണം അങ്കിൾ പറയും, മേശയെടുത്ത് അവിടെ ഇട്, ഇവിടെ ഇട് എന്നൊക്കെ പറയും. നമുക്ക് ഭയങ്കര പാടാണ് അല്ലേ? ഭയങ്കര കഷ്ടപ്പാടാണ്, നമ്മൾ വേർക്കും, നമുക്കിഷ്ടമില്ല. കുഞ്ഞുമക്കളെ, ഇതുപോലെയാണ് നമ്മുടെ പഠനവും. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചുമന്ന് നമ്മൾ പഠനം വെറുക്കും. നമുക്ക് ചില സബ്ജക്ട്സൊക്കെ വിഷയമൊക്കെ ഇഷ്ടപ്പെടാതെ വരും. കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കും. ഉണരുമ്പം തന്നെ വിചാരിക്കുക, എൻ്റെ ദൈവമേ, ഇത് സ്കൂളില്ലായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു, ഇന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ ഇത് വിചാരിക്കില്ലേ? വല്ലപ്പോഴെങ്കിലും സത്യം പറഞ്ഞേ. ഓക്കെ, സിസ്റ്റർ വിശ്വസിക്കുന്നു. ചിലപ്പോഴൊക്കെ സിസ്റ്റർ പഠിക്കുന്ന സമയത്തും ഇങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് പഠനം ഭയങ്കര ഭാരമായി തോന്നും. ഇന്ന് നമ്മൾ ഇരു കൂട്ടരും ചിന്തിക്കുന്നത് പഠനം എങ്ങനെ ആഘോഷമാക്കി മാറ്റാം. ഓക്കെ, പഠനം എങ്ങനെ നമുക്ക് നല്ല രസമുള്ള ഒരു സംഭവമാക്കി മാറ്റാം. അതിനുള്ള ഒരു 4 ടിപ്സ് സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. 1, പ്രാർത്ഥിച്ച് പഠിക്കണോ പഠിച്ചിട്ട് പ്രാർത്ഥിക്കണോ? മക്കളുടെ അഭിപ്രായം എന്താ എന്ന് വെച്ചാൽ, നമ്മളെല്ലാം പഠിച്ച് തീർന്നതിന് ശേഷം ദൈവമേ കാത്തോടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണോ? അതോ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ദൈവമേ ഞാൻ കണക്ക് പഠിക്കാൻ പോവുകയാണ്, ഞാൻ വിഷയം പഠിക്കാൻ പോകണം, എൻ്റെ അടുത്ത് വന്നിരുന്ന് ഒന്ന് പഠിപ്പിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണോ നല്ലത്? ഓപ്ഷൻ എ, ബി ഏതാ നല്ലത്? സിസ്റ്റർ രണ്ടാമത്തെ പറഞ്ഞതായിരിക്കും അല്ലേ? നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പഠിക്കണം. ചിലപ്പോൾ നീണ്ട പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കണ്ട, നമ്മൾ ക്ഷണിക്കുക, ഇരിക്കാൻ പറയുക, പഠിപ്പിക്കാൻ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞു പ്രാർത്ഥന, വരുന്ന നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുണ്ടാക്കിയ പ്രാർത്ഥന പ്രാർത്ഥിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബുക്കും പുസ്തകമൊക്കെ എടുത്ത് പോയി ഇരിക്കുമ്പോൾ ആദ്യം ദൈവമേ എൻ്റെ അടുത്തിരുന്ന് പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, ഡൺ. ഇനി രണ്ടാമത്തെ കാര്യം, വിശുദ്ധന്മാരെ അറിയാമല്ലോ അല്ലേ? കുറച്ച് വിശുദ്ധന്മാരുടെ പേര് പറഞ്ഞേ. നിങ്ങളുടെ പള്ളിയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചിലപ്പോൾ ഡോൺ ബോസ്കോ ആയിരിക്കും, അന്തോണീസ് പുണ്യാളനായിരിക്കും, സെബാസ്റ്റ്യൻ ആയിരിക്കും, കൊച്ചുത്രേസ്യ ആയിരിക്കും. അങ്ങനെ പല വിശുദ്ധന്മാരുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് എത്ര വിഷയം പഠിക്കാനുണ്ട്? ചുമ്മാ ചിന്തിച്ച് നോക്കാം. മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ചിലപ്പോൾ ഹിന്ദി കാണും, അപ്പോൾ 3 ഇനി 4 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, പിന്നെ എന്തുണ്ട്? ഉദാഹരണത്തിന് 8 വിഷയമാണെന്ന് വിചാരിക്കാം. ഓക്കെ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ജോഗ്രഫി, ഹിസ്റ്ററി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. ഒക്കെ ഉദാഹരണം 8 വിഷയം. ഈ 8 വിഷയത്തിനും 8 വിശുദ്ധന്മാരെ ഏൽപ്പിക്കണം. കാരണം നമ്മൾ ആദ്യമേ ചിന്തിച്ചായിരുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ചുമന്ന് കൊണ്ടുപോയി നമുക്കത് ഭയങ്കര വിഷമമായി, കഷ്ടപ്പാടായി. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് കാര്യം നടക്കില്ല. നമുക്കൊരു ബെസ്റ്റ് ആൾക്കാരെ വേണം. ഇതൊക്കെ പഠിച്ച് ജയിച്ച് ഈ കടമ്പകളൊക്കെ വിജയിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇപ്പോൾ ഈശോയോടൊപ്പം ആയിരിക്കുന്ന അവരുടെ സഹായം നമ്മൾ വിളിച്ചാൽ മതി, അവർ നമ്മളെ വന്ന് സഹായിച്ചോളും കേട്ടോ. വിളിക്കാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഓരോ വിഷയവും, ഇപ്പോൾ 8 വിഷയമുണ്ടല്ലോ, ഈ ഓരോ വിഷയവും ഓരോ വിശുദ്ധന്മാരുടെ കയ്യിൽ കൊടുക്കാം. ഉദാഹരണത്തിന് നമുക്കുള്ള മലയാളം, നമ്മുടെ പള്ളിയിൽ ഒരു വിശുദ്ധൻ കാണും. ഏതെങ്കിലും വിശുദ്ധൻ്റെ നാമത്തിലായിരിക്കും ആ പള്ളി അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് വിശുദ്ധ ഡോൺ ബോസ്കോ. ഓക്കെ, രണ്ടാമത്തെ വിഷയം നമുക്കിഷ്ടമുള്ള ആളെ കൊടുക്കാം. ഉദാഹരണത്തിന് വിശുദ്ധ കൊച്ചുത്രേസ്യൻ്റെ കൊടുക്കാം. മൂന്നാമത്തെ ഹിന്ദി എന്നെ പഠിപ്പിക്കണേ, നമുക്ക് വിശുദ്ധ ഡൊമിനിക് സാവിയോയിൽ കൊടുക്കാം. നാലാമത്തേത്
ചവറ പിതാവിൻ്റെ കൊടുക്കാം, 5-ാമത്തേത് അൽഫോൻസാമ്മയെ കൊടുക്കാം, 6 മദർ ട്രീസയിൽ കൊടുക്കാം. ഇങ്ങനെ ഇതൊക്കെ സിസ്റ്ററിന് ഇഷ്ടമുള്ള വിശുദ്ധന്മാരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമുള്ള വിശുദ്ധന്മാരുടെ കയ്യിൽ ഓരോ വിഷയം ഏൽപ്പിച്ചിട്ട് പറയണേ, എന്നെ ഒന്ന് പഠിപ്പിക്കണേ, എന്നെ പഠിപ്പിക്കാൻ സഹായിക്കണമേ. കിട്ടിയില്ലേ? 2 ടിപ്സായി. ഒന്ന്, പ്രാർത്ഥിച്ചിട്ട് വേണം പഠനം ആരംഭിക്കാൻ. ഓക്കെ, ഒരു കുരിശ് വരെയൊക്കെ വരച്ചിട്ട് ദൈവമേ സഹായിക്കണേ എന്ന് പറഞ്ഞ് തുടങ്ങണം. 2-ാമത്തേത് നമ്മുടെ ഓരോ വിഷയവും ഓരോ വിശുദ്ധന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇനി 3-ാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ബിറ്റ് മെത്തേഡ്. ബിറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ തുണ്ട് മെത്തേഡ്. തുണ്ട് വയ്ക്കുന്നതല്ല, പരീക്ഷയ്ക്ക് തുണ്ട് വയ്ക്കുന്ന കാര്യമല്ല സിസ്റ്റർ പറയണേ. ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം, കാണാതെ പഠിക്കണം. സൂത്രവാക്യങ്ങളായിരിക്കാം, സ്പെല്ലിംഗ് ആയിരിക്കാം, രാസവാക്യങ്ങളായിരിക്കാം, കവിത നമ്മൾ പാടി തന്നെ പഠിക്കണം. ചരിത്രമൊക്കെ ഒരു കഥ പോലെ നമ്മൾ ഒരു കഥ ഉണ്ടാക്കി നമ്മൾ പഠിക്കണം. ബിറ്റ് മെത്തേഡ്, ഒരു ചെറിയ പേപ്പർ എടുക്കുക, ആ പേപ്പറിൽ നമുക്ക് പഠിക്കേണ്ട ഭാഗം എഴുതുക. ഉദാഹരണത്തിന് സിസ്റ്റർ ഇവിടെ കാണിക്കാൻ പോകുന്നത് മാത്സ് ആണ്. പലർക്കും മാത്സ് ഭയങ്കര പേടി സ്വപ്നമാണല്ലോ. അപ്പോൾ അതിൽ ചില ഫോർമുലാസ് നമ്മൾ പഠിച്ചാൽ മാത്രമേ കണക്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ആ ഫോർമുല എഴുതുമ്പോൾ തന്നെ ടീച്ചേഴ്സ് നമുക്ക് പകുതി മാർക്കെങ്കിലും തരും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫോർമുല ഇവിടെ എഴുതുവാണ്. a + b the whole square is equal to a square + 2ab + b square. ഓക്കെ, ഇനി അടുത്തത് a - b the whole square is equal to a square - 2ab + b square. ഓക്കെ, അപ്പോൾ ഈ 2 ഫോർമുലയും നമ്മൾ തെറ്റാതെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മറന്നു പോകും. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വചനവും കൂടി ചേർത്ത് വയ്ക്കാം. യേശയ്യ 54:13 പറയുന്നുണ്ട്, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. അപ്പോൾ ആരാ പഠിപ്പിക്കാൻ പോകുന്നത്? ആരാ നമ്മുടെ ട്യൂട്ടർ? ആരാ നമ്മുടെ ഗുരു? നമ്മുടെ ദൈവം. അപ്പോൾ നമ്മൾ ആ വചനവും കൂടി, അപ്പോൾ ഒരു വചനവും ഒരു 2 ഫോർമുലയും. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഓക്കെ, നമുക്കിവിടെ എഴുതാം. യേശയ്യ 54:13 കർത്താവ്, ഇപ്പോൾ ബാക്കി എഴുതിക്കോളൂല്ലേ, കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കും. ഡാഷ് ഡാഷ് ഡാഷ്, നിങ്ങൾ ഡാഷ് ഇടരുത്, സിസ്റ്റർ എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത്രയും പേപ്പർ കീറിയെടുക്കണം. ഈ മെത്തേഡിനെ പറയുന്ന പേരെന്താ? ബിറ്റ് മെത്തേഡ്. ബിറ്റ് കുഞ്ഞ് പേപ്പറിൽ എഴുതി. ഇനി ഈ പേപ്പർ മടക്കി നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലിടുന്ന ഷർട്ടിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലിടണം. അല്ലെങ്കിൽ ഷർട്ടിൽ എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെ വയ്ക്കുക. അല്ലെങ്കിൽ ജോമെട്രി ബോക്സ് കാണാമല്ലോ, അവിടെ വെക്കണം. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഹാൻഡ് കർച്ചീഫ് എടുക്കാൻ വേണ്ടി എടുക്കും. അപ്പം നമ്മൾ ഈ പേപ്പർ എടുക്കും, വീണ്ടും നമ്മൾ ഒരിക്കൽ വയ്ക്കുന്നത് a + b the whole square is equal to ലാ 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 ലാ. യേശയ്യ 54:13 കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കുക, അവർ ശ്രേയസ്സാർജിക്കും. നമ്മൾ വീണ്ടും മടക്കി വയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ പോക്കറ്റിലാണല്ലോ ഇട്ടത്. വൈകുന്നേരം നമ്മൾ ബാത്റൂമിൽ പോയപ്പോഴോ കുളിക്കാൻ പോയപ്പോഴോ നമ്മൾ വീണ്ടും പോക്കറ്റിലൊക്കെ ഇട്ടു, വീണ്ടും നമ്മളെടുത്ത് വായിച്ചു. ഓക്കെ, വൈകുന്നേരം അങ്ങനെ പലവട്ടം നമ്മൾ എപ്പോഴൊക്കെയാണോ പോക്കറ്റിൽ കൈ പോകുന്നത് അപ്പോഴൊക്കെ ഈ പേപ്പർ കാണും, നമ്മൾ ഉടനെ വായിക്കും. അല്ലെങ്കിൽ നമ്മൾ ബോക്സ്, ജോമെട്രി ബോക്സിൽ എപ്പോഴൊക്കെ തുറക്കുന്നു അടയ്ക്കുന്നു ആ സമയത്ത് നമ്മളിത് കാണുന്നു. അപ്പം നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് ഇതിൽ പോയി വീഴുന്നു, നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു. അധികം എഫേർട്ട് എടുക്കാതെ, അധികം നമ്മൾ ഒത്തിരി പരിശ്രമിക്കാതെ നമ്മൾ വേഗം പഠിക്കുന്നു. അപ്പോൾ അന്ന് രാത്രിയാകുമ്പോൾ ഇതെടുത്ത് ഒരിക്കൽ കൂടി കാണാതെ പറഞ്ഞു നോക്കുക, ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പേപ്പർ കളയരുത്, സൂക്ഷിച്ച് വെച്ചേക്കണം. അടുത്ത ദിവസം ഇത് ഹൃദിസ്ഥമായി എന്ന് തോന്നുമ്പോൾ അടുത്ത പേപ്പർ എടുക്കുക, അടുത്ത് പഠിക്കാനുള്ള ഭാഗം എഴുതുക. അവസാനം എന്നാ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ ബിറ്റ് മെത്തേഡായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യം നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ പിടിച്ചാലോ? 3-ാമത്തെ മെത്തേഡ്. 4-ാമത്തെ കാര്യം, നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, നമ്മൾ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ പപ്പയോ അമ്മയോ ആരെങ്കിലും കാണില്ലേ വീട്ടിൽ, അമ്മാമ്മയോ അപ്പൂപ്പനോ ഒക്കെ, നമ്മളെ തലമൂത്ത് ഉള്ളവരെ മുതിർന്നവരോട് പറയണം, തല കൊണ്ടുപോയി ഇങ്ങനെ കുനിഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് പറയണം, പപ്പായെ ഒന്ന് അനുഗ്രഹിച്ച് വിടണേ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവർ ധൃതിയൊക്കെ ആണെങ്കിൽ ആ ഓക്കെ 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 എന്ന് പറയും. അപ്പം പോയി കൈ പിടിച്ചിട്ട് പറയണം, പപ്പായെ എൻ്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിക്കുക, അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കുക, ഒരു കുരിശിട്ടതായോ എന്ന് ചോദിച്ച് നമ്മൾ വാങ്ങിക്കണം. അത് നമ്മുടെ എളിമയാണ് കാണിക്കുന്നത്. എളിമയുള്ളിടത്ത് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങും. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ നിങ്ങൾ പുറത്ത് പോയി പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്നുണ്ടോ പ്രത്യേകിച്ച് അപ്പോഴൊക്കെ കൈകൂപ്പി അനുഗ്രഹിക്കാൻ പറയണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 4 കാര്യങ്ങളാണ്. അടുത്ത് കാണുമ്പോൾ സിസ്റ്റർ വേറെ കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. മറക്കരുത്.
പഠനം ഒരു ഭാരമല്ല. നമ്മൾ ഒറ്റയ്ക്ക് ചുമന്നാൽ നമ്മൾ തളർന്നു പോവും, നമ്മൾ കഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്, നമുക്കും പറ്റും. ഓക്കെ, കഴിവില്ലാത്തവൻ, കുറവുള്ളവൻ അങ്ങനെ ഒരാളും ഈ ലോകത്തില്ല. നമ്മളൊക്കെ ഫുൾ പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്കും പറ്റും. ഓക്കെ, അപ്പം 4 മെത്തേഡ്, 4ആണോ 3ആണോ സിസ്റ്റർ പറഞ്ഞത്? ഓക്കെ, ഒന്നാമത്തത് പഠിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതല്ല, പ്രാർത്ഥിച്ചിട്ട് പഠിക്കണം. ഓക്കെ, 3 മെത്തേഡിൽ 1. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? ഓരോ വിഷയം ഓരോ വിശുദ്ധന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കണം, അവരോട് പറയണം എന്നെ ഒന്ന് പഠിപ്പിച്ച് തരണം. ഓക്കെ, 3ആമത്തെ മെത്തേഡ് ബിറ്റ് മെത്തേഡ്. 4ആമത്തെ കാര്യം സിസ്റ്റർ പറഞ്ഞത് തലയിൽ പപ്പയോടും അമ്മയോടും അമ്മാമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പോയി എളിമയോടെ തലകുനിച്ച് ഒന്ന് ബ്ലെസ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ അവർ കുരിശിട്ട് പ്രാർത്ഥിച്ച് വിടും. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ മിടുക്കിമാരുമായിട്ട് ലോകത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഉപകരിക്കുന്ന തിളങ്ങുന്ന മുത്തുമണികളായി മാറട്ടെ. ഈശോ കൂടെ നടന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.